ഇന്നലെയായിരുന്നു അനുമോളുടെ വിവാഹം കഴിഞ്ഞത് അല്ലേ? സോഷ്യൽ മീഡിയ എവിടെ തുറന്നാലും അനുമോൾ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്ത മാത്രമേ കേൾക്കാനുള്ളൂ. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഈ യൂട്യൂബ് ആയാലും എല്ലാം. പക്ഷേ ഇതിൽ ഞാനൊരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടത്, ഒരാൾ വിവാഹം കഴിയുന്നതിനൊക്കെ ഇത്രയും അസൂയുള്ള ആളുകൾ നമ്മളെ കേരളത്തിലുണ്ടോ എന്നാണ്. കാര്യം അനുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ് എന്ന് പറയുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ്. വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കമൻറ്റാണ്. അതിൽ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഒരുമിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിൽ അനുവും ഭർത്താവിനെ പോടാ പോടാ എന്നൊക്കെ വിളിക്കുന്നതാണ്. അതിൽ വന്നൊരു കമന്റ് ഞാൻ വായിക്കാം. അതായത് ഭർത്താവിനെ മര്യാദയോട് വിളിക്കാൻ പഠിക്കണം, എടാ പോടാ എന്നുള്ള വിളി അത് ശരിയല്ല എന്നും അനുവിന്റെ അച്ഛനെ അമ്മ ഇങ്ങനെയാണോ വിളിക്കുന്നത് എന്നൊക്കെയാണ്. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. ഇത് മനസ്സിലാക്കണം. നമ്മൾ അത്രയും വലിയ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നത്, എനിക്കൊന്നും ഇവർ വിവാഹം കഴിക്കുന്നത് പ്രേമിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തികൾ പോടാ എടാ എന്നൊക്കെ വിളിക്കും. അതിന് ഇത്രയും മോശമായിട്ടൊക്കെ കാണേണ്ട ഒരു ആവശ്യവുമില്ല. ഇതുകൂടാതെ ഒരുപാട് കമന്റ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഇവക്ക് കല്യാണം കഴിക്കാൻ കേരളത്തിലെ ആമ്പിള്ളേരൊന്നും കിട്ടിയില്ലേ, തമിഴ്നാട്ടിലെ പയ്യനെ മാത്രം കിട്ടി, അത് അവരുടെ ചോയ്സ് ആണ്. ഇതിലൊക്കെ എന്തോന്നാണ് തെറ്റ്? ഇവിടെ ദിയാകൃഷ്ണ കല്യാണം കഴിച്ചു, ഇവിടെ എത്രയോ മലയാളികളും തമിഴന്മാരും ഒക്കെ അങ്ങനെ മാറി മാറി കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊരു ഫേമിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇതെല്ലാവരും അറിയുന്നത്. ഇതിൽ കേരളത്തിലുള്ള പയ്യന്മാരൊക്കെ വേണ്ട, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലുള്ള പയ്യന്മാരെ കെട്ടിക്കിടുന്നുണ്ടോ? ഇനി വേറൊരു കമന്റ് എന്ന് പറയുന്നത്, ചേച്ചിയും അനിയനെയും പോലെ ഉണ്ട്, മുതുക്കിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ ഈ ഏജ് വെച്ചും ഇനി ഈ അനുമോളെയൊക്കെ ഈ ചെക്കൻ എങ്ങനെ സഹിക്കും, ചെക്കൻ്റെ വീട്ടുകാരെങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത്രയും അസൂയ പിടിച്ച ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ടോ എന്നറിഞ്ഞൂടാ. കാര്യം ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നതിന് എത്രമാത്രം എതിർപ്പുകളാണ്, എത്രമാത്രം പരിഹാസങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇവന്മാർക്കൊന്നും പെണ്ണ് കിട്ടാതെ ഇങ്ങനെ മുരടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ കല്യാണം കഴിക്കുന്ന എല്ലാവന്മാരെയും കാണുമ്പോൾ ഈ കുരു പൊട്ടുന്നത്. കുറേ പേർക്ക് കുരുപൊട്ടി. ഇതിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. കുറേ പെണ്ണുങ്ങൾക്ക് കുരുപൊട്ടി. ഇവളെയൊക്കെ ആണോ വിവാഹം കഴിക്കുന്നവന്, വേറെ ആരെയും കിട്ടിയില്ലേ, നല്ല പെണ്ണുങ്ങളെ കിട്ടൂലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ. നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്ന് പോലും പ്രാകുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കല്യാണം കഴിക്കാതെ ഇരുന്ന് ഇവന്മാർക്ക് ആരെങ്കിലും ഒക്കെ കിട്ടുന്നത് കാണുമ്പോൾ കുരു പൊട്ടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.